ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രോക്ക് നൈറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നൈറ്റിയുടെ അതേപോലെ തന്നെ മെഷർ ചെയ്യുക. അതായത് നമ്മൾ ഷോൾഡർ ഉണ്ടല്ലോ, അതിനൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ അളന്നിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നൈറ്റി ആയതുകൊണ്ട് നമ്മൾ ആക്ച്വൽ ഷോൾഡർ തന്നെ എടുത്താലും മതി. നൈറ്റി ആണല്ലോ, കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതായതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് തന്നെ താഴോട്ടേക്കും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ സ്ട്രെയിറ്റ് ലൈന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആം ഹോളിൽ ഞാനൊരു 6 ആ ഒരു റേഞ്ചിലാണ് ചെയ്ത് കൊടുക്കാറ്. 6 ഇഞ്ചിൽ ഇറക്കാം. നിങ്ങൾക്ക് ഷോൾഡർ തന്നെ ഇറക്കിയിട്ട് അത് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ 6 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട്. ഇനി നോക്കാം ആം ഹോൾ കറക്റ്റാണോ നോക്കിയിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നേരെ സെൻറ്റർ കാണുക. എന്നിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ലൈന് വരക്കുക. 1/2 ഇഞ്ചിൽ കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് അളന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 8 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അത് പോരാ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി താഴോട്ടേക്ക് ഞാൻ ഇറക്കി നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് നോക്കാറ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 8.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് 8.5 ഇഞ്ചിൽ കിട്ടണമെങ്കിൽ 6.5 ഇഞ്ച് താഴോട്ടേക്ക് ഇറക്കണം. ഓക്കെ, 8.5 ഇഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അത് ഇനി നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോഴൊക്കെ അത് നമുക്ക് കൂടുതൽ സ്പേസ് അവിടെ കിട്ടും. ടൈറ്റ് ആവുമെന്ന് പേടിക്കൊന്നും വേണ്ട. ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോൾ നമുക്ക് പിന്നെയും 1 ഇഞ്ചോളമൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഞാനിവിടെ അളന്നിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് സീം അലവൻസ് കൂടി ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെയ്റ്റ് മാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ ടോട്ടൽ വേസ്റ്റിൻ്റെ 4 ഭാഗം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലൂസ് കൂട്ടുക. ഒരു 1/2 ഇഞ്ച് കൂട്ടാം, 3/4 ഇഞ്ച് കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലൂസിൽ ചെയ്തെടുക്കാം. എന്നിട്ട് താഴോട്ടേക്ക് പോകാം. നേരെ ഇങ്ങനെ എന്താ പറയുക, കർവ് ചെയ്തിട്ട് താഴോട്ടേക്ക് ലൈൻ മോഡലിൽ അങ്ങ് വരച്ചിട്ട് ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഇത് നൈറ്റി ആണല്ലോ. ഇനി ഞാനിത് കട്ട് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി ബാക്ക് കൈക്കുഴി മാറിപ്പോകരുത്. ബാക്ക് തന്നെ രണ്ടും കൂടി വെട്ടിയെടുക്കണം. എന്നിട്ടേ ഫ്രണ്ട് വെട്ടാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കാതെ ചെയ്യരുത്. ഓക്കെ, ഇനി നോച്ചസൊക്കെ നിങ്ങൾ നോച്ചസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഉപകാരമായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാതെ വിടരുത്. ഓക്കെ, ഇനി ഞാൻ മുകളിലത്തെ ഭാഗം ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ എന്താ പറയുക, ടോട്ടൽ ലെങ്ത്ത് എനിക്ക് ആവശ്യമുള്ളത് ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടാണുള്ളത്. ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ട് ഫ്രോക്ക് നൈറ്റി ആകുമ്പോൾ അത്ര താഴെ വരെ വേണ്ടല്ലോ, അത്ര ലെങ്ത്ത് വേണ്ടല്ലോ. ഓക്കെ, വേണ്ട ഭാഗം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഫ്രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കാം. കാരണം ഫ്രണ്ടിൻ്റെ കൈക്കുഴി നമുക്കത് വെട്ടിയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാത്രം എടുക്കുക. എന്നിട്ട് കൈക്കുഴി വെട്ടി കൊടുക്കണം. നമ്മൾ രണ്ടും അതിനുള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലാതെ അത് കട്ട് ചെയ്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ്. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് എത്ര ഇഞ്ച് താഴോട്ടേക്കാണ് വേണ്ടത്, അതായത് വിഡ്ത്ത് എത്രയാണ് വേണ്ടത് അത് നോക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ്, ഫ്രണ്ട് നെക്ക് റൗണ്ട് ആക്കിയിട്ട് സാധാരണ പോലെയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും, ഒരു വെറൈറ്റി ഡിസൈന് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ സ്റ്റിച്ചിങ്ങിൽ ചെയ്യാം. അപ്പം ഞാനിങ്ങനെ വരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ,
നമുക്കിതാ നമ്മുടെ ആം ഹോളിൻ്റെ കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടാം. അപ്പോൾ കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എത്ര ഇഞ്ചാണ് കൈക്കുഴി വെട്ടേണ്ടത്, കുഴിക്കേണ്ടതെന്നൊന്നും നമുക്ക് കൺഫ്യൂഷനായിരിക്കും. അതിനുള്ള വീഡിയോസൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ബാക്ക് നെക്ക് ഞാനിവിടെ ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ ഈ നെക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഇനിതാ ഇങ്ങനെ അതും റൗണ്ട് നെക്കാണ്. ഒരു 3-3.5 ഇഞ്ച് ഇറക്കത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി സ്ലീവ് വെട്ടണം. അപ്പോൾ സ്ലീവ് ഞാൻ നല്ലൊരു പഫാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുത്തിട്ട് നമ്മൾ നല്ലൊരു പഫ് കൊടുക്കാം. മാക്സിമം എത്ര ലെങ്ത്തിൽ എടുക്കാൻ പറ്റും അത്ര ലെങ്ത്തിൽ ഞാൻ വലിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അതായത് കറക്റ്റായിട്ടുള്ള അളവിൽ ഞാൻ കട്ട് ചെയ്യുന്നില്ല. മാക്സിമം കിട്ടാവുന്ന വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. നീളം അത്രയേ ഉള്ളൂ. ചെറിയ കൈയാണ്, എന്നാൽ നല്ല പഫാണ്. ഓക്കെ, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. മാക്സിമം ഞാൻ എടുക്കുന്നുണ്ട്, എത്ര കിട്ടാവുന്ന അത്രയും എടുക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റി ആകുമ്പോൾ നമ്മൾ ആ ഒരു 3 മീറ്ററിൽ നമുക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനെ പ്രത്യേകിച്ച് ഫ്രോക്ക് നൈറ്റിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഡിസൈൻസോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ പീസും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക, തുണി വേസ്റ്റ് ആക്കാതെ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ബാലൻസ് പീസാണിത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ലെങ്ത്ത് വൈസ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത് മാത്രം കട്ട് ചെയ്തിട്ടാണ് ഞാനിത് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് ബാക്കും ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത്. ഇതാണ് ഇനി ബാക്കിയുള്ള ബാലൻസ് പീസ്. അതിൽ നിന്ന് താഴെ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നുണ്ട്. ആ പ്ലീറ്റ്സ് ആണ് ഇത്, പ്ലീറ്റ്സിനുള്ള പീസാണിത്. മാക്സിമം എത്ര തുണി കിട്ടുമോ അത്രയും എടുക്കാം. പ്ലീറ്റ്സ് നല്ലോണം വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, ഞാനിതൊരു 5 ഇഞ്ച് ആ ഒരു ലെങ്ത്തിൽ മാത്രമേ ഞാൻ പ്ലീറ്റ്സ് എടുക്കാനുള്ളത് തുണി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ 2 പീസ് ഉണ്ട് കേട്ടോ, 2 പീസ് അതിനുള്ളിലുണ്ട്. അതും ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്ക് നൈറ്റീസൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കഴിയുന്ന ഡിസൈൻസിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.